ഇപ്പം ഞാനുള്ളത് എൻ്റെ ചെറിയമ്മയുടെ വീട്ടിലാണ്, പാലക്കാട് കണ്ണാടി. പിന്നെ എൻ്റെ അടുത്തൊരു ലെജൻഡ് ഉണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ട് ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ടേ അല്ലെ? ഇപ്പം ഞാനുള്ളത് എൻ്റെ ചെറിയമ്മയുടെ വീട്ടിലാണ്, പാലക്കാട് കണ്ണാടി. പിന്നെ എൻ്റെ അടുത്തൊരു ലെജൻഡ് ഉണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തിട്ട് ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കണ്ടേ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു റിഗ്രറ്റ് ആയിരിക്കും. രാവിലെ നീറ്റ് എന്നിട്ട് വന്ന് വണ്ടിയൊക്കെ ഒന്ന് നോക്കുക, അതേപോലെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തുടയ്ക്കുക. അതൊക്കെ ബോയ്സിനൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയല്ലേ. അപ്പോൾ കുറേ പേർക്കൊക്കെ അത് കണക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇവിടെ എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നല്ല, ഇവിടെ നല്ല ഗ്രീനറിയാണ്, അതേപോലെ നല്ലൊരു അന്തരീക്ഷമാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം റൗണ്ട് അടിച്ചിട്ട്. ഇത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലാവും, നല്ല സൂപ്പർ മാങ്ങയൊക്കെ വീണ് കിടക്കണ്ടേ. ഇത് നമ്മുടെ തോട്ടം കാവൽക്കാരൻ. ഇത് കശുമാങ്ങ, പിന്നെ ഇപ്പുറമൊക്കെ പാടാണ്. കശുമാങ്ങ പറങ്കി മാങ്ങ എന്നൊക്കെ പറയും, നമ്മുടെ കശുവണ്ടി അതന്നെ. പിന്നെ വാഴ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ സിറ്റി ലൈഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിട്ട് ജോലി ഇതൊക്കെ ആയിട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീല് ഭയങ്കര കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റും അതേപോലെ ഇവിടുത്തെ സൗണ്ടുകളും കിളികളുടെ സൗണ്ടും ഭയങ്കര രസമല്ലേ. എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്നറിയില്ല. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടം, അതായത് ഞാറ് പാവിയിരിക്കുക. ഇനി ഇത് ഒരു നിശ്ചിത ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറിച്ച് ഇവിടെയൊക്കെ നടും. ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കൊക്കെ അറിയുന്ന ആളെന്തോ ശ്രദ്ധിക്കുക. എന്തേ അതിൻ്റെ രോമൊക്കെ ഒന്ന് ട്രിം ചെയ്യാറായിട്ടുണ്ട്, മുഖത്തൊക്കെ രോമം വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലം? കമൻറ്റ് ചെയ്യണേ കണ്ടിട്ട്. എന്താ എല്ലാ വീടും ഒരേ കളറ്? ചേട്ടൻ്റെ അനിയൻ്റെ ആണോ? ഈ ഇലയിലേക്ക് നോക്കുമ്പോൾ അറിയാം നല്ല കാറ്റ്, ഓവർ കാറ്റ് എന്ന് പറയാൻ പറ്റില്ല, തണുപ്പുള്ളൊരു ചെറിയ കാറ്റ്.
പിന്നെ ഇവിടെ ഇപ്പോൾ ചായയൊക്കെ എടുത്തിട്ട് വരേണ്ടതായിരുന്നു. അവനെ തുറന്നു വിടാനുള്ള ഇതാണ് ഈ നമ്മുടെ ഈ കമ്പി വേലിയില്ലേ, ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അറ്റം വരെ ഓടിപ്പോയി അവിടെ നായ്ക്കളെയൊക്കെ ഒന്ന് ഉഷാറാക്കി, അതായത് കുരച്ച് ഓടിപ്പിച്ച് ക്ഷീണിച്ചിട്ടൊക്കെ വരും. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ലീവുള്ളപ്പോൾ ഇവിടെ വരും. അപ്പവും അതായത് എൻ്റെ അനിയൻ ചെന്നൈയിലാണ്, അപ്പോൾ അവൻ ലീവിന് വരുമ്പോൾ ഇടയ്ക്ക് ഇവിടെ വരും. ഇതൊക്കെ ഒരു വൈബല്ലേ? എപ്പോഴും ഇങ്ങനെ ജോലി അല്ലെങ്കിൽ നാട്ടിലും മാത്രമേ ഇരിക്കാൻ പറ്റില്ല. കസിൻസ് ആണെങ്കിൽ കസിൻസിനെ ഇടയ്ക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ പോയി കാണുക, സംസാരിക്കുക. ഇപ്പോഴത്തെ ഇതിൽ അതൊന്നുമില്ല. എപ്പോഴും ഫോൺ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിക്കുക, സ്വന്തമായിട്ട് ചിലവാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക വേറെ ആരും വേണ്ട, ഞാൻ മതി, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഓവർ കുറേ എന്താ പറയുക ഒറ്റയ്ക്കായി പോകുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആൾക്കാർ മാറി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റായിട്ട് ഇങ്ങനെയുള്ള ചാൻസുകളിലൊക്കെ ആൾക്കാരെ പോയി കാണുക, സംസാരിക്കുക. ഇതേപോലെ നേച്ചറുമായിട്ടൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ എന്താ നോക്കണേ? ആരാളുള്ള അവിടെ? ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അവിടെ വല്ല ആൾക്കാരും കാണാനുണ്ടോ? കാര്യമായി നോക്കുന്ന നിലവിൽ ഞാനൊന്നും കാണുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇനി മാങ്ങ വീണിട്ടുണ്ട്, തേങ്ങ വീണിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിക്കും. അതേപോലെ പേരയ്ക്ക ഉണ്ടാവും, കാണിച്ചു തരാം. നാടൻ പേരയ്ക്ക എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. മാങ്ങ അതേപോലെ തേങ്ങ രണ്ടൊരു കവർ എടുത്തിട്ട് വന്നിട്ട് വീണത് അവിടെ കൊണ്ട്. ഇതിലെ സ്റ്റിക്കിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്, അത് ഇടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്ക് ആവണേ. എനിക്ക് കറക്റ്റ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വ്ളോഗിൽ അങ്ങനെ കാര്യമായിട്ട് എക്സൈറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതേപോലെ നോർമലി ഞാൻ എന്താണോ കാണുന്നത്, ഞാൻ എന്താണോ കേൾക്കുന്നത്, എന്താണോ എൻ്റെ തോട്ട്സ്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മൂവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയ വ്ളോഗുകളായിരിക്കും. മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഗാഡ്ജറ്റിൻ്റെ പരിമിതികൾ വെച്ചുകൊണ്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെയൊക്കെ വ്ളോഗ് കണ്ട് അവർ വ്ളോഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യും. ഇങ്ങനെ പറഞ്ഞേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ. വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിടണം, അതെടുത്തിട്ട് വരണം. പിന്നെന്താ, പിന്നെ നാരങ്ങയുണ്ട്. നാരങ്ങ ആണോ? ചെറുനാരങ്ങ എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുക? നമ്മുടെ ജ്യൂസിനില്ലേ അതന്നെ. മുടിയൊക്കെ റിബൺ വാങ്ങിയ കാരണം ഒതുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നിൽക്കും. അത് ഇവിടെയൊക്കെ കുരു പോലെ വരുന്നുണ്ട്. അത് ഹെയർ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹെയർ സ്ട്രൈറ്റ് അല്ല, ഇങ്ങനെയൊക്കെ ചക്ക, പ്ലാവുമച്ചക്ക, മാങ്ങ. ചക്കയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ചക്ക എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ എന്താ, ഇതാണ് കേട്ടോ മുതൽ. ദിസ് വൺ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്, പ്രൊജക്റ്റഡ് ടൈപ്പ് വെച്ചിട്ടുണ്ട്. ബട്ട് നൈസ് വൺ. ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ മോണി. എന്തുണ്ട്, സുഖല്ലേ? ഹലോ, ഹൗ ആർ യു? പോയാ എങ്ങോട്ടാ പോകുന്നേ? ഒരു കാര്യം കാണിച്ചു തരാൻ പറഞ്ഞു. ഇത് കിണറാണേ, ഈ സൈഡ്. ഇതിനെ കറുത്ത മൂവാണ്ടെന്നോ അങ്ങനെ എന്തോ പറയുന്ന,
നമുക്ക് പൊട്ടിച്ച് പഴുപ്പിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക പുഴു വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ വീട് കിടക്കുന്നുണ്ട്. ഇതിൽ നല്ലതുണ്ടെങ്കിൽ പെറുക്കിയെടുക്കാം. ഇങ്ങനെ കയ്യിൽ പൊട്ടിക്കാം. കൊതുവ ഓ കൊതുണ്ട് കേട്ടോ. മുഖത്ത് 2 കുരു കാണുന്നുണ്ട്. റെഡിയാക്കാം. നമുക്ക് എന്തായാലും അകത്ത് പോകാം. നമുക്കൊന്ന് അകത്ത് പോയിട്ട് 2 എഗ് ബോയിൽ ചെയ്യാൻ വെക്കാം. അടുത്തേക്ക് പോവാം. കുറച്ച് പണിയാണ്. ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യിൽ. അതേപോലെ കുറച്ച് എഗ്ഗ് പുഴുങ്ങിയെടുക്കണം. അതേപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. അത് കഴിക്കണം. കുറച്ച് വർക്കൗട്ട് ചെയ്യണം. അതേപോലെ ഇവിടെ അടുത്ത് ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ നോക്കട്ടെ. പറ്റിച്ചാൽ നമുക്ക് പോവാം. കിച്ചണിൽ തന്നെ കുക്ക് ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിക്കണം. ആ എഗ്ഗ് നല്ല അല്ലെങ്കിൽ ചൂടാറിയിട്ട് അതും കഴിക്കായിരുന്നു. ഒന്നുമില്ല, നെയ്യ് മാത്രമേ ഉള്ളൂ. നല്ല ദോശ സാമ്പാർ ഇനി ഇത് കഴിക്കാം. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒട്ടിച്ചാണ്. സ്റ്റിക്കർ മേടിച്ചിട്ട് ഒട്ടിച്ചതാണ്. ചിലതൊക്കെ വീണ് പോയേ. ഇതിലൊക്കെ ചിലതൊക്കെ ആയി നിൽക്കണ്ടേ. അത് നിലത്ത് വീണ് കേട് വന്ന് കിടക്കുന്ന മാങ്ങ കൊണ്ട് എറിഞ്ഞിട്ട് തന്നെ വീഴ്ത്താം. എന്നിട്ടത് അപ്പം തന്നെ കവറിലേക്ക് ഇടുക, അല്ലെങ്കിൽ മാറിപ്പോവും. ഇനിയുണ്ട് അവിടെ മാങ്ങ. നമ്മളെന്ത് ചെയ്യും? വീണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത മാങ്ങ എടുത്തിട്ട് എറിഞ്ഞ് വീഴ്ത്തും. വീഴുന്നില്ല, വഴിയുണ്ടാക്കാം. ഇരുട്ടായ ഇവിടെ വരാൻ പറ്റില്ല, കാരണം ഇവിടെ ചിലപ്പോൾ പാമ്പൊക്കെ വരും. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ടെസ്റ്റ് എടുത്ത് ബിരിയാണി മേടിച്ചു. ബിരിയാണി കഴിക്കുകയാണ്. സജഷൻസ് കമൻറ്റിൽ പറയാം. ഞാൻ ഓരോന്നായിട്ട് എന്താ പറയുക മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. വീണ്ടും കാണാം. സീ യു അഗെയിൻ.